നമസ്കാരം. അടുത്ത കേരള ഭരണം അത് BJPക്കാണ്. ആയതുകൊണ്ട് എനിക്ക് സഖാക്കന്മാരോട് ഇത്രയേ പറയാനുള്ളൂ. ഏറ്റവും ഏറ്റെടുത്ത് ചാടിക്കോ. ഇപ്പം ചാടിക്കഴിഞ്ഞാൽ ഇപ്പം ഷോപ്പിംഗ് നടത്തിയാൽ രണ്ടുണ്ട് ഗുണമെന്ന് ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ടല്ലോ. ഇപ്പം ചാടി എന്തെങ്കിലും കിട്ടും. കൂട്ടത്തോടു കൂടി ചാടാൻ നിൽക്കുകയാണ്. മിക്കവാറും പിണറായി വിജയനും ചാടും. വേറെ രക്ഷയില്ല. ചാടിയിൽ ഇട്ട് ചാടിക്കും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഞാനത് പറയുന്നത് വെറുതെ രസത്തിനോ ഹാസ്യത്തിനോ വേണ്ടി പറയുന്നതല്ല. തൃശ്ശൂർ മേയർ കാണിക്കുന്ന കണ്ടില്ലേ? തൃശ്ശൂർ മേയർ നാഗവല്ലിയായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മളുടെ MP രാഘവനെയും അതിനു മുൻപ് KR ഗൗരിയമ്മയെയും അത്രയും പേരില്ലാത്ത മറ്റു പലരെയും അതായത് ഇങ്ങനെ പിടിച്ച് പുറത്താക്കിയ പാർട്ടിയാണ് CPM. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ കൊടുക്കുന്ന പാർട്ടിയാണ് CPM. പാമ്പും കോണിയും കളി പോലെ 98-ലെത്തും. 99-ലെത്താതെ 100-ലെത്തി താഴോട്ട് പോരും, 0-ലേക്ക്. അങ്ങനെയൊക്കെ ആക്കി മാറ്റും. അതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CPM. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. നമ്മളുടെ വാവ സുരേഷ് ഉണ്ടല്ലോ. വാവ സുരേഷിനെ വിളിച്ചു. സുരേഷ് അതേപോലെ ഒരു പാമ്പ് വന്നപ്പോൾ അതിന് നീർക്കോലിയ. അത് കണ്ടോണ്ട് അയാൾ പേടിച്ചു. അയ്യോ, ഞാൻ പിടിക്കില്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് രാജവമ്പാലാണെങ്കിലും അങ്ങർക്ക് വടിയും വേണ്ട, കുന്തവും വേണ്ട, അങ്ങനെ വടി കൈകൊണ്ട് പിടിക്കും. എന്താണ്ട് അവിടെ എന്ന് ചോദിക്കും. വേണ്ടൊരു ഉമ്മയും കൊടുക്കും. ആ വാവ സുരേഷ് നീർക്കോലിയെ പിടിക്കാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. തൃശ്ശൂർ മേയർ MK വർഗീസ് പട്ടാളക്കാരനാണ് കേട്ടോ. അതുകൊണ്ട് ആൾക്ക് മീശ പിടിക്കുന്ന പരിപാടിയുണ്ട്. പേടിയൊന്നുമില്ല. പിന്നെ തൃശ്ശൂർ ക്രിസ്ത്യാനിയാണല്ലോ, ഒന്നിനും പേടിയില്ല. കോൺഗ്രസ്സുകാരനായിരുന്നു, അനുഭാവിയോ മറ്റോ ആയിരുന്നു. സീറ്റ് കൊടുത്തില്ല. അവിടുത്തെ മറ്റേ കോർപ്പറേഷനിൽ മത്സരിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് സ്വയം വിധി എഴുതി അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. സ്വതന്ത്രനായിട്ട് അവിടെ വന്നു. അവിടെ വന്നോ പകുതി. ഈ MK വർഗീസ് പറഞ്ഞ സ്വതന്ത്രൻ അങ്ങോട്ട് ചാടിയാൽ അവർക്കവിടെ മേയർ മറ്റേ ഭരണം കിട്ടും. ഇങ്ങോട്ട് ചാടി ഇവിടെ ഭരണം കിട്ടും. എങ്ങോട്ട് ചാടണം? LDFകാർ പറഞ്ഞു ഏഹി വന്നാലും സ്വാഗതം. വർഗീസ് അങ്ങോട്ട് ചാടി അവിടുത്തെ ത്രാസ് അങ്ങോട്ട് താഴോട്ടിറങ്ങി. മേയർ സ്ഥലം അയാൾക്ക്. ഒറ്റ വോട്ടിൻ്റെ ബാലൻസ്. ഇടതുപക്ഷം സഹായിച്ചു, മേയറായി. ആദ്യം കോൺഗ്രസിന് 8-ന്റെ പണി കൊടുത്ത ആളാണ് MK വർഗീസ്. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് സ്വയമായിട്ട് നിന്ന് സീറ്റ് വാങ്ങിച്ചു. സീറ്റ് കിട്ടി, ജയിച്ചു. കോൺഗ്രസിൻ്റെ തല താഴ്ന്നു. ഇവിടെ വന്ന് കോൺഗ്രസിൽ നിൽക്കണോ അപ്പുറത്ത് നിൽക്കുന്നോ ചോദിച്ചപ്പോൾ കോൺഗ്രസിന് ലജ്ഞ. അയാളെ തൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇത്രയും ആൾക്കാരായിട്ട് അയാൾ മേയറായി കഴിഞ്ഞാൽ നാണക്കേടല്ലേ? RSകാർ 5-6 പേരുണ്ട്. അവരോട് ഉപയോഗിച്ചു ഞങ്ങളുടെ ഒപ്പം നിൽക്കുമോ? അയ്യോ, ഞങ്ങൾ നിൽക്കില്ല. അവരവിടെയും നിന്നില്ല, ഇവിടെയും നിന്നില്ല. RSകാർ അഥവാ BJPക്കാർ. അങ്ങനെ ഒറ്റ സീറ്റിൻ്റെ ബാലൻസിങ്ങിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വിളിച്ചു, വരിക സോദര. അങ്ങോട്ട് ചാടി മേയറായി. ഇപ്പോൾ CPMനും കൊടുത്തു അടീക്കൂടെ ഒരു 8-ന്റെ പണി.
MK വർഗീസ് നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ മലയ്ക്കും പോകുന്ന ചില സ്ഥലത്ത് കാണാൻ പറ്റും. ആ പാവം മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. മുമ്പിലോട്ടാണ് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ പിന്നോട്ട് നോക്കാൻ പറ്റുമോ? പിന്നെ ഒരു ഭാര്യ ഇരിക്കുന്നുണ്ട്, സുന്ദരിയായിട്ടുള്ള ഭാര്യ. മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള ഭാര്യയുടെ പുറകിൽ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ, ഷീലയും പ്രേം നസീറും പോലെ. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന മൊയന്ത് അത് മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുക. പെണ്ണ് ഇപ്പുറത്ത് തിരിഞ്ഞ് അതിൻ്റെ പുറകിൽ വരുന്ന മോട്ടോർ സൈക്കിൾ കഥകളി, അവർക്ക് മാത്രം അറിയാവുന്ന ഭാഷ. ഇതുപോലെയാണ് MK വർഗീസിന് BJP പ്രേമം. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു രാത്രിയും പകലും. പണ്ട് രാത്രിയായിരുന്നു അവിഹിതം, ഇപ്പം രാത്രിയും പകലും അവിഹിതമാണ്. CPM-ന് ഇപ്പം ഈ അടുത്ത കാലത്ത് അവരൊരു പരിപാടിയുണ്ട്, എത്ര വലിയ കുറ്റം ചെയ്താൽ എന്ത് ചെയ്താലും ഇനിയിപ്പോൾ അവിടെ മറ്റേ കേരളത്തിലൊരു ഭൂമിക്കുലുക്കുണ്ടായാലും അത് പറയാൻ ഒരാളുണ്ട്. അവിടെ 1-2 മന്ത്രിമാരുണ്ട്. ആശങ്ക വേണ്ട, ആശങ്ക വേണ്ട, ആശങ്ക വേണ്ട, ജാഗ്രത മതി. അതിപ്പോൾ ഒരു സ്ലോഗനാണ് അവരുടെ. അവർക്കൊന്നും ചെയ്യാനില്ല. തൃശ്ശൂർ മുഴുവൻ വെള്ളത്തിലാണ്ട് പോയി, പ്രളയം. അപ്പം എന്ത് പറയും? തൃശ്ശൂർക്കാരോട് എന്ത് പറയും? ആശങ്ക വേണ്ട, ജാഗ്രത മതി. എല്ലായിടത്തും പന്നിപ്പനി, തെണ്ടിപ്പനി, പട്ടിപ്പനി. ആശങ്ക വേണ്ട, ജാഗ്രത മതി. ഏതെങ്കിലും ആൾ അപ്പുറത്ത് നോക്കിയിട്ട് കണ്ണടിച്ചു കഴിഞ്ഞാൽ, BJP-കാരെ നോക്കി കണ്ണടിച്ചു കഴിഞ്ഞാൽ അവർ പറയും ജാഗ്രത കുറവ്. വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു രോമം പോലും പറിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലായി കഴിഞ്ഞു. വാവ സുരേഷ് നീർക്കോലിയെ കണ്ട പേടിക്കുന്ന പോലെ പണ്ട് രാജവെമ്പാലയെ പിടിച്ചിട്ടുണ്ട്. MV രാഘവൻ രാജവെമ്പാലയായിരുന്നു, തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. KR ഗൗരി, കേരം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടും. അഗ്നി സമാനമായിരുന്നു ആ വനിത. അവരും വലിച്ചെറിഞ്ഞ പാർട്ടിയാണത്. ഇന്നിപ്പോ MK വർഗീസോ ഞാൻ നീർക്കോലി, അതിലൊരു പുഴു, അതിനെ തൊടാൻ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏറി വന്ന മാക്സിമം പറയാൻ പോകുന്ന ആരും കേൾക്കാതെ പറയും ജാഗ്രത വേണമായിരുന്നു. കുറച്ചു കാലമായി CPM വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി സമൂഹത്തിലെ വമ്പന്മാരുടെ അടിപണിയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും അവരുടെ അരമനകൾ, വീടുകൾ, മഠങ്ങൾ, അതിൽ കയറി നിരങ്ങി കാല് നക്കുന്നവരായി മാറി CPM നേതാക്കന്മാർ. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ അധിക്ഷേപിച്ചപ്പോൾ, അവിടേക്ക് ഒരു ജാഥ നടന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ പോയൊരു മൊയന്തുണ്ട്, കോട്ടയത്തെ ഒരു മന്ത്രി. അതൊക്കെ നമ്മൾ കണ്ടതാണത്. മുട്ടുകാർ കൂട്ടിയിടിക്കുകയാണ് പള്ളിക്കാരെ കണ്ട, പട്ടക്കാരെ കണ്ടാൽ, NSSകാരെ കണ്ടാൽ, SNDP-കാരെ കണ്ടാൽ. എത്തിക്സ് എല്ലാം പോയി. നോ എത്തിക്സ്, മൂല്യങ്ങളില്ല, എക്സിസ്റ്റൻസ് മാത്രം. കാര്യം നടത്തിയപ്പോൾ കടന്നു പോകണം. കമ്മ്യൂണിസ്റ്റ് ഭൂമിയേക്കകത്ത്, കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിനകത്ത് തന്നെ കാൽ കാശിന് വിലയില്ലാത്തവരായി മാറി അവിടുത്തെ നേതാക്കന്മാർ. ഓരോ സുഹൃത്ത് ഞാനും കൂടി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, TV സ്ഥിരം കാണുന്നൊരു പരിപാടിയുണ്ട്. അത് ഒരിക്കൽ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും കാണിക്കുക. പക്ഷെ കാണുന്നവർക്ക് വീണ്ടും വീണ്ടും അല്ലല്ലോ. കാണുന്നവർ എന്താ വിചാരിക്കുക, ഇവർക്ക് എന്താ ഇതന്നെയാണോ തൊഴിൽ? കാറിൽ വരുന്നു, ഇറങ്ങുന്നു, കയ്യിൽ പെട്ടിയും ബാഗും, ചില വട്ടപ്പൊട്ട് തൊട്ട് ഒരു പെണ്ണ് അതും കാണാം, അണിഞ്ഞൊരുങ്ങി ആടി കയറി വരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി, കാർപ്പറ്റ് കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ നിലം തൊടില്ല കേട്ടോ, ചോര വീണ മണ്ണിൽ നിന്ന്. അതൊക്കെ പണ്ട്. ഇപ്പം ആ മണ്ണിലൊന്നും അവർ ചവിട്ടില്ല. നേരെ AKG സെൻറ്ററിലേക്ക് കയറി വീണു. അപ്പോൾ അവിടെ കുറേ കാക്കാലം, കുറേ മറ്റേ കുറുവടികളല്ല, സഖാക്കന്മാർ നിൽക്കണ്ടായിരിക്കും. ലൈസൻസ് എന്താ പറയുക, നിറച്ച് ക്യാമറകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. സെലിബ്രിറ്റികൾ,
മമ്മൂട്ടി മോഹൻലാലിന് പോണ പോലെ അകത്തേക്ക് കയറിപ്പോകും. വലിയ ഗൗരവത്തോടു കൂടി 3-ാം ലോകമഹായുദ്ധം നടത്തണോ നടത്തണ്ടേ എന്ന് തീരുമാനിക്കാൻ US പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും അവർക്ക് കൂടിയിരിക്കാൻ പോകുന്ന ഗൗരവത്തിൽ അവർ AKG സെന്ററിലേക്ക് കയറിപ്പോണത്. കൂട്ടുകാരൻ ചോദിച്ചു, ഇവർ ഗെട്ടുകുതിർ മാറ്ററാണ്. പള്ളിക്കാർ കണ്ടിട്ടില്ല, ഏത് പുണ്യാളനും പുണ്യാളത്തേടിയും പിറന്നാൾ വരുമ്പോൾ അവർ ഗെട്ടുകുതിറാണ്. ഒരു 10-40 കൂട്ടം കറികളൊക്കെ ആയിട്ട് ഫീസ്റ്റ് എന്ന് അവർ പറയുക. ഇവർ ഈ ആഴ്ചയിൽ ഈ AKG സെന്ററിലേക്ക് ഇങ്ങനെ വരിയായിട്ട് പ്രകടനമായിട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുതരം പ്രകടനാത്മകത. എന്താ അവരോട് ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ 15 വർഷമെങ്കിലുമായിട്ട് സ്ഥിരം നടന്മാരാണ് ഈ നാടകത്തിലുള്ളത്. ഇടവിട്ട് ഈ പരിപാടി നടത്തുന്നുണ്ട്. നമ്മൾ TV ഇടയ്ക്കിടയ്ക്ക് കാണാം. എന്തുട്ട് തേങ്ങാക്കൊല അവരതിനകത്ത് പോയിട്ട് ഒപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വലിയൊരു തത്വശാസ്ത്രമാണെന്ന് മനസ്സിലാക്കണം. ഇവരിപ്പോ വിങ്സ് ആൻഡ് വീൽസ് പറക്കുന്നു അരി കാറിൽ നിലം തൊടുന്നില്ല. ഇവരിപ്പോ അതിന്റെ ആൾക്കാരായി മാറി. കാർ ടു കാർപ്പറ്റ്, കാറിൽ നിന്ന് കാർപ്പറ്റിലേക്ക്, കാർപ്പറ്റിൽ നിന്ന് കാറിലേക്ക്. ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം. വീടല്ല, കൊട്ടാരമാണ് ഇവർക്കുള്ളത്. കാറിൽ കയറിയ AKG സെന്റർ വിട്ട കാർ, അത് കഴിഞ്ഞാൽ കൊട്ടാരം. അവരുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് അവർ. അതാണ് ചെയ്യുന്നത്, ആഘോഷിക്കുകയാണ് അവർ. അവിടെ എക്സിബിഷൻസും കണ്ട് ചോട്ടാമൂട്ട സഖാക്കൾക്ക് വെറുപ്പായി. പണ്ട് ഈ പ്രകടനം സഖാക്കന്മാരെ കണ്ടിരുന്നത് പാടത്തും പറമ്പിലും കൃഷി സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. അരിവാളും ചുറ്റികയും അവരുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കൊടിയടയാളം, അവർക്ക് ആ കൊടിയടയാളം, അരിവാൾ ചുറ്റിയ കൊടിയടയാളം അവർക്ക് മനസ്സിന് മടുപ്പുളവാക്കുകയാണ്. ചെങ്കോലും കിരീടവും, അതാണ് ഇപ്പോൾ അവർക്ക് ഇഷ്ടം. ഇന്നിപ്പോൾ വിമാന സദൃശ്യമായിട്ടുള്ള കക്കുസും കുളിമുറിയും കിടപ്പുമുറിയും എല്ലാം ചേർന്നിട്ടുള്ള കൊട്ടാര സദൃശമായിട്ടുള്ള ബസ്സിലാ യാത്ര. കൊമ്പ പാടിയ പോലെ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. ഈ സഖാക്കന്മാരെയാ പറയണത്, ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന സഖാക്കളെ. പക്ഷെ കാലുകളിൽ അഴുക്ക് പുരളും. കാരണം ചോര വീണ്ട മണ്ണ കാലുമ അഴുക്ക് പുരളും. ഓക്കാനം വരും. ആ ബസ് യാത്ര CPM എന്ന പാർട്ടിയുടെ അന്ത്യയാത്രയുടെ തുടക്കമായിരുന്നു. എല്ലാവരും കണ്ടതാണുള്ളത്. അന്ത്യയാത്രയുടെ തുടക്കമായിരുന്നു. ഇപ്പോ എവിടെ എന്ത് പോക്കണക്കേട് സഖാക്കൾ കാണിച്ച ഉടനെ തന്നെ ഇന്റേണൽ കോടതിയാ, സുപ്രീം കോടതിയും എല്ലാം അവർ തന്നെയാണ്. കുറ്റവാളികളും ചോദ്യം ചെയ്യുന്നവരും വിധി പ്രസ്താവിക്കുന്നവരും വാദിയും പ്രതിയും വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിയൊക്കെ അവർ തന്നെയാണ്. എന്നിട്ട് അവസാനം പറയും ജാഗ്രത കുറവുണ്ടായി. പാർട്ടി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും വൃത്തികേടുകൾ കാണിച്ചാൽ പാർട്ടി ആഭ്യന്തര കോടതി ആണ് അന്വേഷണം. എന്നിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ബംഗാൾ പാർട്ടിയും ചെയ്തുകൊണ്ടിരുന്നത്. ഒടുവിലെന്തായി? പഠിച്ച് എന്തുണ്ടായി? അവസാനം പഠിച്ച് തോറ്റു തൊപ്പിയിട്ടു തന്നെ. കേരളത്തിൽ CPM തീർന്നു കഴിഞ്ഞു. എന്നാലും കാർ ടു കാർപ്പറ്റ് AKG സെന്റർ ജാഥ തുടരുന്നുണ്ട്. കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും, ചില പെണ്ണുങ്ങളെ വട്ടപ്പൊട്ടയ്ക്കും തൊട്ടിട്ടാണ്, നല്ല വിശ്വാസികളാ. എന്നിട്ട് അത് കൈരളി TV കൺകുളിർക്കെ ഇങ്ങനെ കണ്ട് സായുജ്യം. ഇവർക്കൊക്കെ എന്താണ് ഈ AKG സെന്ററിൽ ആഴ്ചയിൽ കൂടിയാലോചന? എന്താണ് കൂടിയാലോചന വിഷയവും തീരുമാനവും ഈ സഖാക്കളെ അറിയിക്കുന്നുണ്ടോ ഇവര്? നമ്മളെ മനസ്സിനക്കരെ സിനിമ വന്നു, ഷീലയ്ക്ക് അഭിനയിച്ചത്. അതിൽ സുകുമാരി ചേച്ചിയുണ്ട്, പിന്നെ ഒടുവിൽ ഉണ്ണീഷനുണ്ട്. അവർ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കുന്നത്. അപ്പോൾ ഇവർ പ്രകടനത്തിന് പോയി, പാർട്ടി പ്രകടനത്തിന് പോയി.
തിരിച്ചു വന്നപ്പോൾ ഒടിയൻ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ നേതാക്കന്മാർ ആ സാമ്രാജ്യത്തെ കഴുകന്മാരെ കഴുത്തിപ്പിട്ടേക്കിങ്ങനെ ഞേരിച്ചിട്ടുണ്ടാവൂലേ? അപ്പോൾ സുകുമാരിയമ്മ പറഞ്ഞത് എന്താ അറിയാമോ? അതൊന്നും എനിക്കറിയാം, ഞാൻ അമ്മയെ കാണാനാ പോയതെന്നു. അമ്മയോ? അത് മതിലകത്തല്ലേ? കൊടുങ്ങല്ലൂർ അമ്മ. അത് ശരി. ഇതാണ് സ്ഥിതി. കൊടുങ്ങല്ലൂര്, ചോറ്റാനിക്കര, ഗുരുവായൂരൊക്കെ പാർട്ടി സമ്മേളനങ്ങൾ വെച്ച് ആൾക്കാർ കൂടും. സമ്മേളനങ്ങളൊക്കെ വരും. അത് ഫ്രീ ആയിട്ട് പോയിട്ട് കാണാമല്ലോ, അമ്മയെ തൊഴാലോ, ചോറ്റാനിക്കര അമ്മയെ തൊഴാലോ, ഗുരുവായൂർ അപ്പച്ചനെ തൊഴാലോ. മുതിർന്ന സഖാക്കൾക്ക് മുഴുവൻ ഇപ്പോൾ ദുബായിയോടെ സ്നേഹം, അബുദാബിയോടെ. അവിടേക്കാണ് മീറ്റിംഗ് കൂടുള്ളൂ, കേരളത്തിന് മീറ്റിംഗ് കൂടില്ല. ഒരു കാലം ഉണ്ടായിരുന്നു, ആദർശത്തിൻ്റെയും നിലപാടുകളുടെയും മഹനീയത പേറിയിരുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ കാലം ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ അയ്യന്തോളൊരു കുട്ടപ്പൻ സഖാവുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കുട്ടപ്പേട്ടെന്നാണ് വിളിക്കുക. ഒരു ശങ്കരനാരായണൻ ഉണ്ടായിരുന്നു, പറപ്പുള്ള രാമു, പറപ്പുള്ള നാരായണേട്ടൻ. ഇവരൊക്കെ കറകളഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ ദാസ് ക്യാപിറ്റൽ പഠിച്ചിട്ടോ ഏംഗൽസിൻ്റെയും കാൾ മാർക്സിൻ്റെയും മാനിഫെസ്റ്റോ പഠിച്ചിട്ടല്ല, മനസ്സിലായിരുന്നു കമ്മ്യൂണിസം. അവർ നേതാവായിരുന്നു EK മേനോൻ. എന്ന് വൈകുന്നേരം ആകുമ്പോൾ അയ്യന്തോൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കും. ഏതോ കോൺഗ്രസ്സുകാരനെ ആരെയും ഇവിടെ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നത്തെ നേതാക്കന്മാർ വിളിച്ച് അവിടെയാണെന്ന് പറയും. അതാണ് സ്ഥിതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തത്വശാസ്ത്രമുണ്ട്, കോൺഗ്രസിന് അതില്ല എന്നാണ് ഞാനൊക്കെയും കരുതിയിട്ടുള്ളത്. ദാസ് ക്യാപിറ്റൽ, കാൾ മാർക്സിൻ്റെ മാനിഫെസ്റ്റോ, കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ മൂലധനം, വിലയും മൂല്യമൊക്കെ പ്രത്യേകം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രെഡറിക് ഏംഗൽസും കാൾ മാർക്സും കൂടി എഴുതിയിട്ടുള്ള മാനിഫെസ്റ്റോ ഇന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റോ അവർക്കുണ്ട്. പക്ഷെ അത് കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ഏംഗൽസിൻ്റെയും അല്ല കേട്ടോ, അദാനിയുടെ, അംബാനിയുടെ, അവരുടെ മാനിഫെസ്റ്റോ, അവരവരുടെ ജീവിതം കൊണ്ട് കാണിച്ച മാനിഫെസ്റ്റോ. എന്താ ജീവിതം കൊണ്ട് കാണിച്ചേ? പൈസ ഉണ്ടാക്കുക. ഇവിടെ ഇപ്പം എന്താ ചെയ്യണേ? പൈസ തെണ്ടി ഇറക്കുക, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ നിന്ന് സ്വപ്ന ഭൂമി പണ്ട് പറയാറില്ലേ, റഷ്യ എന്നൊരു നാടുണ്ടത്രേ കാണാൻ കഴിഞ്ഞെങ്കിലും. സോവിയറ്റ് എന്നൊരു സോവിയറ്റ് നാട്ടിൽ മഴ പെയ്തോടെ കുട പിടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞത്. ക്യൂബ 3 കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടെ സ്വപ്നഭൂമി ഇനി ക്യൂബയല്ലിനി സ്വപ്നഭൂമി, ചൈനയല്ലിനി സ്വപ്നഭൂമി, റഷ്യയല്ലിനി സ്വപ്നഭൂമി. ഞങ്ങളുടെ സ്വപ്നഭൂമി ദുബായ്. ഞങ്ങളുടെ സ്വപ്നഭൂമി ദുബായ്. അദാനി അംബാനിമാരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് വൈരുദ്ധ്യാധിഷ്ഠിത മോക്ഷം തേടുമ്പോഴും ചിഹ്നൻ ബാധിച്ച പഴയ സഖാക്കന്മാരോടൊപ്പം പുതിയ ആൾക്കാരും പലരും പാടും, മരിക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല, കരയാൻ ഞങ്ങൾക്കു മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. എവിടെ മുതലാളിത്തം? അവരാകാശത്തിൽ നോക്കി പാടും. അവരല്ല, അത് റെക്കോർഡ് യേശുദാസ് പാടിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അതൊരു തമാശ. കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ വിലയും മൂല്യവും നഷ്ടപ്പെട്ട തമാശ. പാർട്ടിയും പാർട്ടി നേതാക്കളും ഇപ്പോൾ വിലയും മൂല്യവുമില്ലാത്ത തമാശ പ്രരൂപങ്ങളായി മാറിയില്ലേ? ഇന്നിപ്പോൾ CPM, നായര്, ഈഴവ, ക്രിസ്ത്യാനി ജാതികൾ, മറ്റുള്ള ജാതികൾ, വർണ്ണങ്ങൾ, അവരൊക്കെ ചേർന്ന് ഒരു കോക്ടെയിൽ പാർട്ടിയായിട്ട് മാറിയില്ലേ വാസ്തവത്തിൽ? പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പേരുണ്ട്, വീണ ജോർജ്. മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭയിൽ അവരുടെ മന്ത്രിയാണ് അവർ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മന്ത്രിയാക്കിയേ മതിയാകൂ, വേറെ മാർഗവുമില്ല.
ഏതായാലും നിയമസഭാ ഇലക്ഷനിൽ നിങ്ങളെ തോൽപ്പിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. ആരാ? BJP-കാരല്ല, കോൺഗ്രസ്സുകാരല്ല, ഹൃദയത്തിൽ മുറിവേറ്റ സഖാക്കൾ. നിങ്ങൾ ഹൈടെക് സഖാക്കൾ മുറിവേൽപ്പിച്ച് സാധാ സഖാക്കൾ. ചോര വീണ മണ്ണ് കാവിയായിട്ട് മാറുന്നത് തിരിച്ചറിയുന്ന, സങ്കടത്തോടുകൂടി തിരിച്ചറിയുന്ന സഖാക്കൾ. അവരാണ് നിങ്ങളുടെ കഥ കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. പറഞ്ഞു വന്നത് തൃശ്ശൂർ മേയറുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജാഗ്രത കുറവാണെന്ന്? പറ്റില്ല. തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റുമോ തൃശ്ശൂർ MK വർഗീസിനോട്? പറ്റില്ല. അയാളെ മേയർ സ്ഥാനത്ത് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ല. കാരണം നിങ്ങളിപ്പോൾ ആശയും ആദർശവും അല്ല നിങ്ങളുടെ നീറുന്ന പ്രശ്നം. നിങ്ങളുടെ നീറുന്ന പ്രശ്നം എന്താ? ആമാശയം. ആമാശയം മാത്രമാണ് നിങ്ങളുടെ നീറുന്ന പ്രശ്നം. പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ചിത്രം ഞാൻ അതുകൂടി പകർന്ന് അവസാനിപ്പിക്കാം. ശാരദ ടീച്ചറെ കാണാൻ, സഖാവ് നായനാരുടെ ശാരദ ടീച്ചറെ കാണാൻ നമ്മുടെ പുത്തനച്ചി അവിടെ പോയി, കോഴി. ചെന്നുടനെ തന്നെ ശാരദ ടീച്ചർ എല്ലാവരും പറഞ്ഞതെന്ന് അറിയാമോ? ഇതിൽ രാഷ്ട്രീയമില്ല, അവർക്ക് തന്നെ സംശയം. അവിടെ അവരുടെ അംഗപ്രത്യംഗങ്ങളും അവരുടെ ചിരിയും അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ശാരദ ടീച്ചർ നാഗവല്ലിയായിട്ട് മാറിക്കഴിഞ്ഞു. MK വർഗീസ് നാഗവല്ലിയായിട്ട് മാറിക്കഴിഞ്ഞു. മാറാനിരിക്കുന്ന നാഗവല്യമാരുടെ കണക്ക് 1000-10,000 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് ചാടാൻ നിൽക്കുന്ന ആളുകളും. ഇനി ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, സത്യസന്ധമായിട്ട് പറയാൻ വെച്ചാൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. എത്രത്തോളം വിജയം എന്ന് പറയാൻ പറ്റില്ല. INDIA, ഇന്ത്യ മുന്നണി, അതിനെ ശക്തിപ്പെടുത്തുക, അതേ മാർഗമുള്ളൂ. പിന്നെ അതിന് മനസ്സ് വന്നില്ലെങ്കിൽ കേരളം BJP-ക്ക് വിട്ടുകൊടുക്കാം. എങ്ങനെ? സ്വർണ്ണത്തളികയിൽ വെച്ച് അവർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതാണ് ഇപ്പോൾ CPM-ന് നല്ലത്. പദമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം കരുവന്നൂരിനും ചെമ്പിനും അവിടുന്ന് കടത്തിയ സ്വർണ്ണച്ചെമ്പിനും ലാവലിനും മാസപ്പടിക്കും അവർ മാപ്പ് തരും. നമസ്കാരം.